ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. ഇപ്പൊ ഇതേ ഞങ്ങൾ നിൽക്കുന്നത് എവിടാന്നല്ലേ, ഞങ്ങളിതേ ഹോസ്പിറ്റലിൽ നിൽക്കുക കേട്ടോ. പെട്ടെന്ന് കിട്ടിയ ഒരു പണിയായി. ഉച്ച വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. വൈകിട്ടായ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുമണിക്ക് ചൂട് കയറിക്കൊണ്ടു കേട്ടോ. പിന്നെ നല്ല രീതിക്ക് ചൂടായി. ഇപ്പൊ സമയം 11:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വെച്ചോണ്ടിരുന്നില്ല, നേരെ ഞങ്ങൾ കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും കണ്ട കാഴ്ചയാണ് കേട്ടോ പോയത്. നല്ല രീതിക്ക് പുൽക്കൂടൊക്കെ ഒരുക്കി അങ്ങനെ കുഞ്ഞുമണി ഈ സ്റ്റാറും പുൽക്കൂടൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മതേ ഒ പി ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ 12 മണി അടുപ്പിച്ച് ആവാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇവിടെ കിടന്ന് ഉറങ്ങുവാണ്. അങ്ങനെ ഞാൻ ഒ പി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞിനെ കാണിച്ചപ്പോഴത്തേക്കും 100 അടുപ്പിച്ചുണ്ട് കേട്ടോ ചൂടും. അപ്പോഴത്തേക്കും മരുന്നൊക്കെ കൊടുത്തിട്ട് പറഞ്ഞ അരമണിക്കൂർ വെള്ളം വെച്ച് തുടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ തുടച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ ആണല്ലോ എന്ന്. കുഞ്ഞുങ്ങളുള്ളവർക്ക് മനസ്സിലാവും കേട്ടോ എപ്പോഴും എന്താണ് ഹോസ്പിറ്റലിൽ കാര്യമെന്ന്. കുഞ്ഞുങ്ങളല്ലേ അപ്പൊ ഇടവിട്ട് പനിയൊക്കെ വന്നുകൊണ്ടിരിക്കുക. അതൊക്കെ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതിന്റെ വേദന അമ്മമാർക്ക് മനസ്സിലാവത്തുള്ളൂ. ഇന്നലെയാണ് കേട്ടോ ഈ സംഭവം നടക്കുന്നത്. ഇന്നലെ ക്രിസ്മസ് അല്ലായിരുന്നു. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി ആയപ്പോഴത്തേക്കാണ് കേട്ടോ ചൂടൊക്കെ കയറിക്കൊണ്ടത്. അങ്ങനെ അതിന്റെ ഒരു സങ്കടത്തിലൊക്കെയാണ്. പിന്നെ ഇവിടെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. 2-3 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ചിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ കുഞ്ഞുമണി ഇവിടെ കരയാണ് കേട്ടോ. ഒരു അമ്മ ഐസ്ക്രീം വേണോ, അത് വേണോ, ഇത് വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമാണ് കേട്ടോ. അതാണ് ഇവിടെ എല്ലാവരും ചിരിക്കുന്നത്. അങ്ങനെ അരമണിക്കൂറിന് ശേഷം തുടച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ടെമ്പറേച്ചർ ചെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞുമണി എനിക്ക് ഭയങ്കര കരച്ചിലാണ്. ഹോസ്പിറ്റലിൽ കണ്ടാലേ പുള്ളിക്കാരി കരയും. കാരണം മിക്കപ്പോഴും ഹോസ്പിറ്റലാണല്ലോ. അപ്പൊ സൂചിയൊക്കെ കുത്തിയുടെ പേടി കാരണം എപ്പോഴും കരച്ചിലാണ് കേട്ടോ പുള്ളിക്കാരി. ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ട് നടന്നിട്ട് വന്നിട്ട് ഒന്നും കരച്ചിലൊരു രക്ഷയില്ല. പിന്നെ ഒരുവിധം ടെമ്പറേച്ചർ ഒക്കെ നോക്കിയപ്പോഴത്തേക്കും 92 ആയിട്ടുണ്ട് കേട്ടോ. ഒരുവിധം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറിന് കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ തന്നെ സമയം 12:40 ആവാറായിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ പുറത്തിറങ്ങി കുഞ്ഞുമണിക്ക് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അമ്മ മരുന്ന് വാങ്ങാൻ പോയിരിക്കുകയാണ്. പാരസെറ്റാമോളും പിന്നെ അതെടുക്കുന്ന മൂക്കിലൊഴിക്കാൻ മരുന്നും തന്നെ കേട്ടോ. പിന്നെ കുറവില്ലെങ്കിൽ ഒ പി വന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലിന്റെ പുറത്തിറങ്ങിയപ്പോഴാണ് കേട്ടോ കുഞ്ഞുമണിക്ക് ഒരു ഇച്ചിരി സമാധാനം. ഇതേ നിങ്ങൾ കുഞ്ഞുമണി കണ്ട സ്വെറ്ററും പിന്നെ തൊപ്പിയും അതിന്റെ കൂടെ തന്നെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നല്ല രീതിക്ക് തണുപ്പല്ലേ. പിന്നെ അത് പനിയും കൂടെ അല്ലായിരുന്നു. അങ്ങനെ ഒരുവിധം ഓക്കെ ആക്കി ഇട്ടിട്ടുണ്ട് പുള്ളിക്കാരി. അപ്പൊ അതേ ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛനും ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പുറത്തുനിന്ന് കുഞ്ഞുമണിക്ക് ഇതേ ഡ്രസ്സൊക്കെ മാറി കൊടുത്തിട്ടുണ്ടോ. അപ്പൊ അതേ പാവക്കുട്ടിയും കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇപ്പൊ തന്നെ സമയം ഒരു 1:30 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ചിഹ്നങ്ങളിൽ വേറെ ഒന്നിനും അല്ല കേട്ടോ. കുഞ്ഞുമണിക്ക് മൂക്കിൽ ഒഴിക്കാൻ മരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കുഞ്ഞുമണി മൂക്കിൽ മരുന്ന് ഒഴിക്കണമെന്ന്. അപ്പൊ അത് വേണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നെ പുള്ളിക്കാരി ഒരു നോർമൽ അതേ ഫ്ലെങ്കിസ് ഒക്കെ തരുന്നുണ്ട്. ഇന്നലെ താമസം ഇടുന്നോണ്ട് തന്നെ എണീറ്റപ്പോഴത്തേക്കും കുറച്ച് വൈകിയായിരുന്നു കേട്ടോ. അതേ കുഞ്ഞുമണിക്ക് കഞ്ഞിയൊക്കെ കൊടുത്തു കേട്ടോ. കുഞ്ഞുമണി തനിയെ വാരിയാണല്ലോ കഴിക്കുന്നത്. അതേ കുഴപ്പമില്ലാതെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് ചൂട് കയറി കൊള്ളുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പാരസെറ്റമോളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തേക്ക് വിശേഷങ്ങൾ. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ കാണാൻ. ബൈ ബൈ, സീ യു.